ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ട് നല്ല കിടിലൻ ടേസ്റ്റിൽ ജമീലമ്മ എന്നാ ഉണ്ടാക്കണേ, നല്ല അടിപൊളിയായിട്ട് നല്ല ബീഫ് കറിയും നല്ല ചെട്ടൻ കപ്പ പുഴുങ്ങിയതും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. അപ്പോൾ അമ്മച്ചിയാണേലും അതിൻ്റെ പണിപ്പുരയിലാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതേ അമ്പുട് കുഞ്ഞും അമ്മച്ചിയും കൂടെ കൂടിയിട്ടാണെങ്കിൽ ബീഫ് കറിക്ക് വേണ്ടിയിട്ടുള്ള സവോള, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ഒരുക്കി പറക്കി എടുക്കുവാണ്. അമ്മ എന്ത് പണി ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ അമ്പുട് കുഞ്ഞിന് ജമീലാമ്മയുടെ കൂടെ കൂടണം കേട്ടോ. കാർട്ടൂണും കാണണം, അതിൻ്റെ കൂടെ അത് എന്തെങ്കിലും കൈയിട്ടൊക്കെ വാരിക്കൊണ്ട് നടക്കണം കേട്ടോ. അപ്പോൾ അതേ സവോള ഒരുക്കുമെന്ന് പറഞ്ഞാൽ അമ്മയുടെ കൂടെ കയറി ഇന്ന് കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുവാണ് കേട്ടോ അമ്പുട് കുഞ്ഞ്. അപ്പോൾ ഇതേ രാവിലെ തന്നെ നമ്മുടെ മച്ചാൻ നമുക്ക് നല്ല ബീഫ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ നമുക്ക് ഇനി അത് ഒന്ന് കഴുകി പറക്കി വൃത്തിയൊക്കെ എടുക്കാം. നല്ല അടിപൊളി കിട്ടിലൻ ബീഫ് പീസാണ് കേട്ടോ കിട്ടിയേക്കണം. നല്ല തുണ്ടൻ പീസൊക്കെയാണ് നമുക്ക് കിട്ടിയേക്കണത്. ഇറച്ചിക്കുട്ടന്മാരെ നമ്മൾ നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ഇറച്ചിയാണ് കേട്ടോ, നല്ല തുണ്ടൻ പീസ്. അപ്പോൾ ഇതേ നമ്മളങ്ങനെ കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി കറിയൊക്കെ വെക്കണം നമ്മുടെ ജമീലാമ്മയുടെ ഡ്യൂട്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്പുടുക്കുഞ്ഞിങ്ങനെ പണിയാൻ കൂടി അമ്മാനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. അമ്പുടൂട്ടാ കൊച്ചെന്നെ എടുക്കുക. മീമി ഉണ്ടാക്കുവാണോ? മീമി ഉണ്ടാക്കുവാണോടാ? ബോബുവിനെ കാണുവാണോ? അപ്പോൾ അതേ നമ്മുടെ അമ്പുട് കുഞ്ഞിന് രാവിലെ തന്നെ കാർട്ടൂൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. അമ്പുട് കുഞ്ഞ് അതിനെയൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കും കേട്ടോ കുറച്ച് നേരം. അപ്പം നമ്മുടെ ബീഫ് കറിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ജമീലാമ്മയുടെ സ്റ്റൈലിലാണ് കേട്ടോ, വലിയ അടിപൊളിയൊന്നുമല്ല. അപ്പം ജമീലാമ്മ അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചീനിക്കുട്ടിയിലും അമ്മ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ടും എണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് അമ്പുടുക്കുഞ്ഞ് എവിടെയാണെന്ന് ഓടിപ്പോയി നോക്കണം, കാരണം എൻ്റെ അമ്പുടുക്കുഞ്ഞ് എവിടെയായിരിക്കുന്നു. അപ്പോൾ കസേരയിലിരിക്കാനുള്ള പരിപാടിയിലൊക്കെയാണ്. അപ്പോൾ അതെ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അമ്പുടൂട്ടാ വീഴൂട്ടോ, അവിടെ ഇരുന്നോ. അപ്പം അമ്മയുടെ അടുത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു അടുക്കളയിലോട്ട് കസേര വലിച്ചുകൊണ്ട് വരണം. എൻ്റെ ഒച്ച അവിടെ ഇരുന്നോ. ആ മിടിക്ക് പെണ്ണ. ഒച്ച വെക്കണം അല്ലേ. അപ്പോഴേ നമ്മുടെ ജമീലാമ്മ നമ്മുടെ സ്വന്തം കരിയാപ്പിൽ നിന്ന് കറിവേപ്പില പറിക്കാനായിട്ട് പോവാണ്. അമ്പുടൂട്ടൻ അവിടെ ഇരുന്നോ, വീഴും. അമ്മയുടെ കൂടെ ഇറങ്ങി വരണ്ട. നമ്മുടെ കരിയാപ്പിൽ നിന്ന് കരിയാപ്പില എടുക്കുകയാണ്. അത് പിന്നെ നമ്മൾ ശേഖരിച്ച് സൂക്ഷിച്ച് വെക്കുന്ന ഒരു പരിപാടി ഇല്ല കേട്ടോ. ആവശ്യാനുസരണം നമ്മൾ എടുക്കുകയാണ് ചെയ്യണം. അമ്പുടുവിന് കൊടുക്കുമ്പോൾ അമ്പുടു ആ സമയം നോക്കി ഇവിടുന്ന് ചാടിപ്പോകാനുള്ള പരിപാടിയിലാണ്. ബാ ബാ നമുക്ക് അകത്തോട്ട് വാ. അമ്മ അകത്തല്ലേ? ബാ അമ്മ എടുക്കാം അമ്പുടൂര. പിന്നെ ഈ ചിരിച്ചിട്ട് ഉണ്ടായിരുന്നു ചേട്ടൻ കേട്ടോ. ഇത് എവിടെ നിന്ന് കിട്ടി, എവിടെ നിന്ന് വാങ്ങിച്ചു എന്നൊക്കെ. ഇത് ഞങ്ങളുടെ പരമ്പരാഗതമായ പുരാഗതമായ ഒരു സാധനമാണ്. ഞങ്ങൾക്ക് ഇത് കളയാനായിട്ട് തോന്നുന്നില്ലാത്തതുകൊണ്ട് ഞങ്ങളിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ജമീലാമ്മയുടെ ഒരു ഫേവറേറ്റ് ചീനച്ചട്ടിയാണ് കേട്ടോ. എല്ലാ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് ജമീലാമ്മ ഇത് വഴറ്റിയിട്ട് പോകണം. ജമീലാമ്മ പൊടി ഐറ്റംസ് എല്ലാം ചേർത്ത് കൊടുത്ത് അതൊന്ന് വഴറ്റി പറക്കി വെക്കുവാണ്. അപ്പോൾ അതേ നമ്മുടെ ജമീലാമ്മ വളരെ എളുപ്പത്തിലുണ്ടാക്കുന്ന ഒരു ബീഫ് കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ എന്താ പറയുക, ഒരു കണക്കിന് പറഞ്ഞാൽ തട്ടിക്കുട്ട് ബീഫ് കറി എന്ന് പറയാം. പക്ഷേ ഉണ്ടാക്കി കഴിയുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അമ്മച്ചിയുടെ ബീഫ് കറി പൊള്ളി ടേസ്റ്റാണ് കേട്ടോ. കാരണം ജമീലാമ്മയുടെ ബീഫ് കറിക്ക് ഭയങ്കര ഫാൻസാണ് കേട്ടോ ഉള്ളത്. കാരണം നമ്മുടെ ഷായിക്കാടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടി ദുബായ്ക്കൊക്കെ കൊണ്ടുപോകുന്നത് ജമീലാമ്മ ഉണ്ടാക്കുന്ന ബീഫ് കറിയാണ് കേട്ടോ. അവിടുത്തെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്താണെങ്കിലും നമുക്കൊന്ന് ജമീലാമ്മയുടെ ബീഫ് കറി നമ്മൾ ട്രൈ ചെയ്യാം. എൻ്റെ തന്നെ ഉള്ളേ പെപ്പുണ്ടോ? എന്നെടുത്ത് അതിൻ്റെ അത് പെപ്പുണ്ടോ എന്ന് നോക്കട്ടെ അമ്മി. ആ കൊച്ചിൻ്റെ പെപ്പ അതിൻ്റെ അകത്ത് ഇട്ട് വെച്ചേക്കുവാണോടാ. മറ്റേ പെപ്പ എന്തിയേ? ആണോ? കൊച്ചിട്ടോട്ടാ. എങ്ങനെ പെപ്പിടണേ? അമ്പുടുക്കുഞ്ഞ് എങ്ങനെ പെപ്പിടണേ? വീഴുവേ.
അപ്പോൾ ദേ നമ്മുടെ മസാലയെല്ലാം ഇവിടെ റെഡിയായി വന്നപ്പോഴത്തേനാണേലും അമ്മച്ചി നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന ബീഫ് കുട്ടന്മാരെ ചീനച്ചട്ടിയിലോട്ട് തട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മസാലയൊക്കെ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. വളരെ കുറച്ച് ബീഫ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും അല്ലേ ഉള്ളൂ, ഒത്തിരി കഴിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് വളരെ കുറച്ച് കറി മാത്രമായിട്ടോ ഉണ്ടാക്കുള്ളൂ. ആ ചീനച്ചട്ടിയിലിട്ട് മസാല ഒന്ന് നന്നായിട്ട് ഇളക്കി പറക്കി മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിലോട്ട് മാറ്റി 2 വിസിലടിച്ചാൽ പെട്ടെന്ന് വെന്തോളൂല്ലോ. അപ്പോൾ ആണേലും അങ്ങനെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ കറി റെഡിയാക്കുന്നത്. പല രീതിയിലാണ് ജമീലാമ്മ സ്പെഷ്യൽ ബീഫ് കറി ഉണ്ടാക്കണത്. കൂടുതൽ കറി ഉണ്ടാക്കണത് നമ്മുടെ ചട്ടിയിലായിരിക്കും കേട്ടോ, അടുപ്പത്ത് ചട്ടിയിലുണ്ടാക്കുന്ന ബീഫ് കറിക്കൊക്കെ ഭയങ്കര ടേസ്റ്റാട്ടോ. അതാണ് എനിക്ക് ജമീലാമ്മ ഉണ്ടാക്കുന്ന കറികളിൽ ഒന്നുകൂടെ ടേസ്റ്റി ആയിട്ട് ഇഷ്ടമായിട്ടും തോന്നുന്നത്. ഇന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുക്കറിലൊക്കെ റെഡിയാക്കി എടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് കറി വളരെ പെട്ടെന്ന് റെഡിയായി റെഡിയാക്കി കഴിഞ്ഞപ്പോൾ ജമീലാമ്മ കറി ഒന്ന് മാറ്റിയിട്ടിട്ട് അപ്പോൾ ഇതേ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കറി ഇവിടെ അല്ല ചിക്കൻ നല്ലവായി വരുന്നത് ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. നോക്കട്ടെ. ഇവിടെ ജമീലാമ്മ സ്പെഷ്യൽ അടിപൊളി ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇത് കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ കപ്പ പുഴുങ്ങാനായിട്ട് പോവാണ് കേട്ടോ. ചെണ്ടൻ കപ്പയാണ് പുഴുങ്ങുന്നത്. തേങ്ങ ഇട്ട് പുഴുങ്ങാന്നൊക്കെ വിചാരിച്ചെങ്കിലും ജമീലാമ്മക്ക് കൂടുതൽ ഇഷ്ടം ചെണ്ടൻ കപ്പയാണ് കേട്ടോ. ഞാനാണെങ്കിൽ പിന്നെ ഒത്തിരി കഴിക്കില്ല, അപ്പോൾ അതുണ്ടാക്കുവാണല്ലോ നല്ലതെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ കപ്പ പൊളിച്ചെടുക്കുവാണ് കേട്ടോ. ഞാൻ വീഡിയോ പിടിച്ചപ്പോഴത്തേനും പകുതി ഭാഗം എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഒരു ഹാഫ് പോർഷൻ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതേ നമ്മൾ കപ്പയൊക്കെ പൊളിച്ചെടുത്ത് കഴുകി പറക്കി നമ്മൾ പാത്രത്തിലിട്ട് മാറ്റിയിട്ട് അടുപ്പത്ത് വെക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെണ്ടൻ കപ്പ പുഴുങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ. അപ്പോൾ അതേ നമ്മളങ്ങനെ കപ്പയൊക്കെ നമ്മൾ വേകാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ വിചാരിച്ച് ഒരു കുഞ്ഞ് ചമ്മന്തിയും കൂടെ അരച്ചേക്കാമെന്ന്. അപ്പോൾ അതേ നമ്മൾ ചമ്മന്തിയൊക്കെ അരയ്ക്കാനായിട്ട് പോകാട്ടോ. ഉള്ളി പുളിയൊക്കെ വെച്ച് നമ്മുടെ കപ്പയ്ക്ക് കൂട്ടാം ഒരു കുഞ്ഞ് ചമ്മന്തി അരച്ചിട്ട് വരാം കേട്ടോ. സ്വാദിഷ്ടമായ പച്ചമുളക് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കപ്പയൊക്കെ പുഴുങ്ങി കഴിഞ്ഞപ്പോഴത്തേനും വിചാരിച്ചു അപ്പുറത്തെ പറമ്പിൽ ഇപ്പോൾ ഒരു വാഴയില എടുത്തുകൊണ്ട് വരാം. വാഴയിലയിൽ കഴിക്കുമ്പോൾ എനിക്ക് ഇച്ചിരി ടേസ്റ്റൊക്കെ തോന്നും കേട്ടോ. എല്ലും കപ്പയാണെങ്കിലും നമ്മുടെ തേക്കലയിൽ കപ്പുഴുക്ക് നമ്മുടെ വാഴയിലയിൽ ഇതൊക്കെ കഴിക്കുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര ഒരു പ്രത്യേക തരം രുചിയൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് അപ്പുറത്ത് പോയി വാഴയില എടുത്തുകൊണ്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്പുടുക്കുഞ്ഞിനും ഒരു കുഞ്ഞു വാഴയില, ഞങ്ങൾക്കും ഒരു വലിയ വാഴയിലേക്ക് എടുത്തു. പിന്നെ നമ്മുടെ കട്ടനും നമ്മൾ റെഡിയാക്കി കേട്ടോ. അപ്പോൾ നമ്മുടെ കപ്പ ഇവിടെ തെളിച്ച വെന്ത നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കപ്പോൾ കഴിക്കാനുള്ള പരിപാടിയിലോട്ട് പോകാം. നമ്മുടെ അമ്പുടുക്കുഞ്ഞപ്പോൾ അതേ ഇവിടെ പാട്ടൊക്കെ കേട്ട് ഭയങ്കര ഡാൻസ് കളിയാണ് കേട്ടോ. അപ്പോൾ ജമീലമ്മ കപ്പ റെഡിയാക്കി കൊണ്ടുവന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അമ്പുടുക്കുഞ്ഞിന് ഞങ്ങൾക്ക് രണ്ടിലയാണ്. അമ്പുടുക്കുഞ്ഞിന് ഞങ്ങളുടെ കൂട്ടത്തിൽ കൊടുത്താൽ അമ്പുടുക്കുഞ്ഞ് എല്ലാം നിരപ്പാക്കും. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചമ്മന്തിയുമായി ജമീലാമ്മ എത്തിയിരിക്കുകയാണ്. അമ്പുടുക്കുഞ്ഞിന് ഒരു ഇച്ചിരി കൊടുത്തേക്ക്, ശരിയത് ഇതെന്നാ സംഭവം നോത്തോണ്ട് ഒരാളിവിടെ എണീച്ച് പോണ്ട് കേട്ടോ. ഇനി നമ്മുടെ ജമീലാമ്മ സ്പെഷ്യൽ ബീഫ് കറിയാണ്. മീമി വേണോ? അപ്പോൾ ഇതേ നമ്മുടെ സ്വാദിഷ്ടമായ ചെണ്ടൻ കപ്പ പുഴുങ്ങിയതും കട്ടൻ ചായയും ചമ്മന്തിയും നല്ല അടിപൊളി ബീഫ് കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ അമ്പുടുക്കുഞ്ഞിൻ്റെ വിഭവം എന്ന് പറയുന്നത് കപ്പ പുഴുങ്ങും ഇച്ചിരി ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ അമ്പുടുക്കുഞ്ഞ് നമുക്ക് കഴിച്ചാലോ? അമ്പുടുക്കുഞ്ഞ് അവർ കാർട്ടൂണിൽ മുഴുകിയിരിക്കുകയാണ് ഗൈസ്. അമ്പൂട്ടി ഭയങ്കര ബിസിയാണ് ഗൈസ്. അപ്പോൾ നമുക്കിനി കപ്പ കഴിക്കാം. എൻ്റെ അമ്പുടുക്കുഞ്ഞിനെ ഉള്ള വിഭവം ഞങ്ങൾ നിലത്ത് വെച്ച് കൊടുത്തു കേട്ടോ. കാരണം കപ്പ കഴിച്ചോട്ടോ. അമ്മ ഇരിക്കണോ? അമ്മ ഇരിക്കാവേ. അമ്പുടുക്കുഞ്ഞിനെ കുഞ്ഞു കപ്പ അപ്പടിയും കൂടെ കഴിച്ചൂല. അപ്പോൾ അമ്പുടുക്കുഞ്ഞിനെ മേശപ്പുറത്തിരുത്തി അമ്പുടുക്കുഞ്ഞ് മൊത്തത്തിൽ മെനമണിയണോണ്ട് അമ്പുടുക്കുഞ്ഞിന് ഞങ്ങളിതേ നിലത്തിരുത്തി കപ്പ പുഴുക്ക് കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് കാർട്ടൂണൊക്കെ തിന്ന് അമ്പുടുക്കുഞ്ഞ് കപ്പപ്പുഴുക്ക് കഴിക്കുവാണ് കേട്ടോ. അമ്പുടുവിന് കപ്പപ്പുഴുക്ക് ഇച്ചിരിയൊക്കെ ഇഷ്ടമാണ്, ഒത്തിരി ഒന്നും കഴിച്ചില്ലേലും കഴിച്ചോ വീണ്ടും കുഞ്ഞ ഇഷ്ടത്തിനങ്ങ് കഴിച്ചോട്ടേന്ന് വിചാരിച്ചു. എന്നല്ല അതിൻ്റെ അകത്ത് കുറച്ച് മെനയൊക്കെ പണിയാനായിട്ട് പറ്റുള്ളൂ. മീമി വേണോ? ഇതാ മീമി തിന്നു പച്ച. ഹായ്
ഹായ്. അപ്പൊ ഞങ്ങൾ കപ്പ കഴിക്കാനായിട്ട് പോവുകയാണ് ഗൈസ്. അല്ല കിട്ടില്ല ചമ്മന്തിയൊക്കെ കൂട്ടി അടിപൊളിയായിട്ടോ. എങ്ങനെയാണ് ചമ്മന്തികളോ? ഒരു അടിപൊളി കിടിലൻ ടേസ്റ്റിലുള്ള ഒരു അടിപൊളി ബീഫ് കറി ചെണ്ടക്കപ്പ് പുഴുങ്ങിയതാണ്. പെപ്പ റെഡി ആയിരിക്കുന്നു. അടിപൊളിയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. ടേസ്റ്റ് ചെയ്ത് കേരളം പറ്റില്ല. ടേസ്റ്റിലെ ജമീലാമ്മ സ്പെഷ്യൽ ബീഫ് കറിയും ചെണ്ടക്കപ്പയും ഒരു കിടിലൻ ചമ്മന്തിയൊക്കെ കഴിച്ചിരിക്കുകയാണ്. നമ്മുടെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ.